നോക്കുന്നത് സ്കോപ്പ് ഇൻ ജാവാസ്ക്രിപ്റ്റിന്റെ സ്കോപ്പാണ് നമ്മൾ നോക്കുന്നത്. സ്കോപ്പ് എന്ന് പറയുന്നത് വേരിയബിൾ അക്സസിബിൾ ആയിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. There are three main types. മൂന്ന് ടൈപ്പ് സ്കോപ്പ് ആണുള്ളത്. ഒന്ന് ഗ്ലോബൽ സ്കോപ്പ്, പിന്നെ ഫങ്ഷൻ സ്കോപ്പ്, പിന്നെ ബ്ലോക്ക് സ്കോപ്പ്. ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ബ്ലോക്കിനോ പുറത്ത് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുക. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ആ വേരിയബിൾസിനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഫങ്ഷൻ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ പുറത്തായിരിക്കും ഈ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അത് എല്ലായിടത്തും ആക്സസിബിൾ ആയിരിക്കും. ഫങ്ഷന്റെ ഉള്ളിലായാലും ബ്ലോക്കിന്റെ ഉള്ളിൽ എവിടെ ആയാലും നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. അതാണ് ഗ്ലോബൽ സ്കോപ്പ്. ഫങ്ഷൻ സ്കോപ്പ് എന്ന് വെച്ചാൽ വേരിയബിൾസ് ഡിക്ലെയർഡ് ഇൻസൈഡ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾസിനെയാണ് ഫങ്ഷൻ സ്കോപ്പ്. അത് ആ ഫങ്ഷന്റെ ഉള്ളിൽ മാത്രമാണ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റോ കോൺസ്റ്റ് ഇൻസൈഡ്, അതായത് ഒരു കേളി ബ്രേസിന്റെ ഉള്ളിൽ നമ്മൾ ലെറ്റോ കോൺസ്റ്റോ ന്റെ കൂടെ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയും. അത് ആ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമാണ് ആക്സസിബിൾ ആയിട്ടുള്ളൂ. ഇൻസൈഡ് കേളി ബ്രാക്കറ്റ്സ് ആക്സസിബിൾ ഓൺലി ഇൻസൈഡ് ദാറ്റ് ബ്ലോക്ക്. ആ ബ്ലോക്കിന്റെ ഉള്ളിലാണ് ആക്സസിബിൾ ആയിട്ടുള്ളൂ. അതാണ് ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്നത്. ലെറ്റും കോൺസ്റ്റും വെച്ചിട്ടായിരിക്കും ആ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അത് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും. അത് ആ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമായിരിക്കും ആക്സസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഗ്ലോബൽ സ്കോപ്പ്. ലെറ്റ് ഗ്ലോബൽ വാർ ഈക്വൽ ടു ഐ ആം ഗ്ലോബൽ എന്ന് വന്നിട്ട് നമ്മൾ ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തത് ഫങ്ഷന്റെ ബ്ലോക്കിന്റെ പുറത്തായിട്ടാണ് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ഫങ്ഷന്റെ ഉള്ളിലും അല്ല ബ്ലോക്കിന്റെ ഉള്ളിലും അല്ല, പുറത്തായിട്ടാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ലെറ്റ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കണേ. പിന്നെ ഫങ്ഷൻ ടെസ്റ്റ് സ്കോപ്പ്. എന്ന് പറഞ്ഞ ഒരു ഫങ്ഷന്റെ ഉള്ളില് ലെറ്റ് ഫങ്ഷൻ വാർ ഈക്വൽ ടു ഐ ആം ഇൻസൈഡ് എ ഫങ്ഷൻ എന്ന് പറഞ്ഞ് എഴുതുന്നു. അതിന് നമ്മൾ ഫങ്ഷൻ സ്കോപ്പ്, ഫങ്ഷന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ ഈ വേരിയബിളിനെ നമുക്ക് അക്സസിബിൾ ആയിട്ട്, അത് കാരണമാണ് ഫങ്ഷൻ സ്കോപ്പ്. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു ഈഫ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ആണ്. അതപ്പോ അത് ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയും. അപ്പൊ ലെറ്റ് ബ്ലോക്ക് വാർ ഈക്വൽ ടു ഐ ആം ഇൻസൈഡ് എ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഗ്ലോബൽ വാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അതപ്പോ എന്നാന്ന് വെച്ചാൽ ഗ്ലോബൽ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫങ്ഷനോ ബ്ലോക്കിനോ പുറത്തായിട്ടാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂവിനെ നമ്മൾ അക്സസിബിൾ ആയിരിക്കും. അപ്പൊ ഇത് അക്സസിബിൾ എന്ന്, അതായത് ഗ്ലോബൽ വാറിന്റെ വാല്യൂ എന്താണ്? ഐ ആം ഗ്ലോബൽ. അപ്പൊ ഐ ആം ഗ്ലോബൽ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി കൺസോൾ ഡോട്ട് ലോഗ് ഫങ്ഷൻ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷന്റെ ഉള്ളിലാണ് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഈ കൺസോൾ ഡോട്ട് ലോഗ് ഫങ്ഷൻ വാർ എന്ന് പറയുന്നത് ഫങ്ഷന്റെ ഉള്ളിലാണോ? അപ്പൊ ഉള്ളിലാണെങ്കിൽ അക്സസിബിൾ ആണ്. അപ്പൊ ഫങ്ഷന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇത് പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കണം. അത് കാരണം ഇത് അക്സസിബിൾ ആണ്. ഇനി എന്നാന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ് ബ്ലോക്ക് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ ബ്ലോക്കിന്റെ ഉള്ളിലാണ് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് ബ്ലോക്ക് വാർ എന്ന് എഴുതുന്നത്. അപ്പൊ ഈ ബ്ലോക്ക് വാറിന്റെ വാല്യൂ അക്സസിബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഐ ആം ഇൻസൈഡ് എ ബ്ലോക്ക് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതും അക്സസിബിൾ ആണ്. അപ്പൊ ഇനി എന്നാന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ് ബ്ലോക്ക് വാർ എന്ന് പറഞ്ഞ് നാം പുറത്ത്, ഈ ബ്ലോക്കിന്റെ പുറത്തായിട്ടാണ്. അപ്പൊ ബ്ലോക്ക് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ ഉള്ളിലാണ്. ഈ ബ്ലോക്കിന്റെ പുറത്ത് ഞാൻ ഇത് പ്രിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നോട്ട് അക്സസിബിൾ എന്ന് പറഞ്ഞു, കാരണം ഇതിന് ബ്ലോക്ക് സ്കോപ്പ് ആണ്. മനസ്സിലായോ? ബ്ലോക്ക് സ്കോപ്പ് ആണ്. അപ്പൊ ഈ ബ്ലോക്കിന് പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നോട്ട് അക്സസിബിൾ എന്ന് പറയും. കൺസോൾ ഡോട്ട് ലോഗ് ഗ്ലോബൽ വാർ. അപ്പൊ ഇനി പുറത്ത് വെച്ചിട്ട് ഞാൻ ഈ ഈ ഫങ്ഷനും ബ്ലോക്കിനും പുറത്തായിട്ട് ഞാൻ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനായിട്ട് നോക്കുവാണ്. കൺസോൾ ഡോട്ട് ലോഗ് ഗ്ലോബൽ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ
ഫംഗ്ഷന് ബ്ലോക്കിന്റെ ഉള്ളിലല്ല, അത് എവിടെയും accessible ആയിരിക്കും. അത് കാരണം ഇത് accessible എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ടെസ്റ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് console.log function var എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഫംഗ്ഷൻ var എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ അതിന് accessible ആണ്. ഇത് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വിളിച്ചാലും ഇത് accessible അല്ല, കാരണം ഇത് ഔട്ട്സൈഡ് ആണ്. അപ്പൊ നോട്ട് accessible, കാരണം ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ് ഇത് accessible ആയിട്ടുള്ളൂ. ഇതാണ് സ്കോപ്പിനെ കുറിച്ച്. അപ്പൊ നമ്മൾ 3 സ്കോപ്പാണ്: ഗ്ലോബൽ സ്കോപ്പ്, ഫംഗ്ഷൻ സ്കോപ്പ് ആൻഡ് ബ്ലോക്ക് സ്കോപ്പ്. ഇതാണ് സ്കോപ്പ്.